ബാക്ക് ടു മൈ ചാനൽ ബബ്ലിംഗ് കുഞ്ഞു. അപ്പോൾ ഇത്രയും ദിവസം എനിക്ക് പരീക്ഷയായ കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളുടെ ബബ്ലിംഗ് കുഞ്ഞു ഈസ് അഗെയിൻ ബാക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടോർട്ടേ കേക്കാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു ടോർട്ടേ കേക്ക് ഉണ്ടാക്കുന്നത്. പലപ്പോഴും യൂട്യൂബിൽ കുറേ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ കുറേ ഇങ്ങനെ വരും ടോർട്ടേ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ടോർട്ടേ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ മടിയായ കാരണം ഞാൻ കേക്ക് 10 റുപ്പീസിൻ്റെ ഒരെണ്ണം മേടിച്ചു. അതിങ്ങനെ ഒരു 6 മേടിച്ചിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലൊരു വട്ടപാത്രമാണ് എടുത്തേക്കണേ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതെടുത്താൽ മതി. അപ്പോൾ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ മടിയായ കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു 10 റുപ്പീസിൻ്റെ ഒരു 6 മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എൻ്റേതായ ഒരു റെസിപ്പിയിലാണ് ഉണ്ടാക്കണേ. എനിക്ക് കറക്റ്റ് വീഡിയോ ഒന്നും നോക്കിയിട്ടല്ല ഞാൻ ഉണ്ടാക്കിയേക്കണേ. ഓക്കെ, അപ്പം ഞാൻ കേക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണത് ബേക്കേഴ്സിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡറാണ്. ഞാൻ ആ കടയിൽ നോക്കിയപ്പോൾ ലിക്വിഡ് ഉണ്ടായില്ല. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു പാക്കറ്റ് മുഴുവൻ എടുക്കുകയാണ് അതിലേക്ക്. ഇനി പാല് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മളിനി വിപ്പിംഗ് ക്രീം ഒഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിതൊന്ന് സെറ്റാവാൻ വയ്ക്കുകയാണ് ഒരു 20 to 25 മിനിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ 3rd ലെയർ, അതായത് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ലിക്വിഡ് പാർട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇട്ടതാണിത്. അപ്പോൾ ഇത് നമ്മളിനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 3rd ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ ലെയർ ഇവിടെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത 4ാമത്തെ ലെയർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്, ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വെച്ച്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ 4ാമത്തെ ലെയറും നല്ല ഭംഗിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതേ ചോക്ലേറ്റ് നല്ലോണം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ എനിക്ക് കൊക്കോ പൊടി ഇടുന്നതിലും ഇഷ്ടം ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കാനാണ്. അതുകൊണ്ട് ഞാൻ ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഹലോ, അപ്പോൾ ഇതേ നമ്മുടെ ടോർട്ടി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഭയങ്കര തണവുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.